Okay, Shreya, now tell me about your college experience. I, my college was very good. I enjoyed well there. I was a good student. I studied well. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. യു ആർ വാച്ചിങ് ആഷ്മൽ യൂട്യൂബർ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് അനുഭവിച്ച അല്ലെങ്കിൽ ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ്. റിയൽ സംഭവമാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അബൌട്ട് ദ ലാസ്റ്റ് വീഡിയോ, ഞാൻ ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് ഞാൻ എടുത്തോട്ടെ. ലാസ്റ്റ് വീഡിയോ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് റീച്ച് ആവുമെന്ന്. സോ അത് കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കമൻറ്റ് ചെയ്തവർക്കും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഞാനൊരു താങ്ക് യു പറയട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, നന്ദിയേടായി പോവത്. സോ താങ്ക് യു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. പലവർക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവുക ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും. കാരണം ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കിട്ടിയേനെ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. സോ ഞാൻ പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ ചാറ്റ് GPT ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളത്. സോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അതൊന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ച്. സോ ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം എനിക്ക് കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. കാരണം അതൊക്കെ കൂടി ചെയ്താലേ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. നമുക്കതാണ് ഇപ്പോൾ വേണ്ടത്. സംസാരിക്കാൻ പഠിക്കണം അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം ഇംഗ്ലീഷിൽ. അതാണ് നമുക്ക് വേണ്ടത്. സോ ആദ്യം ഞാൻ കുറച്ച് പോയിന്റ് പറയട്ടെ, എന്നിട്ട് നമുക്ക് ചാറ്റ് GPT എങ്ങനെ യൂസ് ചെയ്തത് ചെയ്യാമെന്ന് നോക്കാം. ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സംസാരിക്കുക തന്നെ വേണം. സംസാരിച്ച് തന്നെ നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ. എന്നാലേ ഞാനിപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ആ ഒരു സിനാരിയോയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാം എന്താ പറയേണ്ടതെന്ന്, പക്ഷെ വായിൽ വരില്ല. നമുക്ക് മലയാളമേ വരുള്ളൂ. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് തന്നെ നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ, തപ്പൽ മാറുള്ളൂ. ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം. സംസാരിച്ച് ഒരാൾ പാർട്ട്ണറായിട്ട് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നത് ഈസിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളതാണ്. സോ അതാണ് ചാറ്റ് GPT. അപ്പോഴാണ് ചാറ്റ് GPT യൂസ്ഫുൾ ആവുന്നത്. അത് വെച്ച് ഞാൻ പറയാം അതെങ്ങനെയാണെന്ന്. ഒരു 1-2 പോയിന്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ തിങ്ക് ചെയ്യുന്നത് അതും കൂടി എന്താ പറയുക, ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ അറ്റത്തിരുന്ന് ഓരോന്നൊക്കെ ചിന്തിക്കില്ലേ, ഇങ്ങനെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കിടക്കണ നേരത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കില്ലേ, അതൊക്കെ നമ്മൾ പരമാവധി ഇംഗ്ലീഷിൽ ചിന്തിച്ച് നോക്കുക. തെറ്റണെങ്കിൽ തെറ്റട്ടെ. ഇപ്പോൾ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ ഒരാൾ നടന്നു പോണു, എനിക്കപ്പോൾ ഇത് ഇയാളെ വീഡിയോ കണ്ട് പരിചയമുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ. അതൊക്കെ നമ്മൾ ഐ സോ ഹിം സംവെയർ ബട്ട് ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് റിമെമ്പർ വെയർ, അങ്ങനെയൊക്കെ നമ്മൾ എന്താ ഇത് ശരിക്കുള്ള ഇംഗ്ലീഷല്ല കണ്ടോ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഇംഗ്ലീഷിൽ ചിന്തിച്ച് പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നമുക്ക് നമ്മുടെ തലയിൽ ആ ഒരു ഇംഗ്ലീഷ് ആയിരിക്കും വരിക മലയാളത്തേക്കാൾ കൂടുതൽ. നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം ഇംഗ്ലീഷ് ഓർക്കാനും ഇംഗ്ലീഷ് വരുത്താനും വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിലുള്ള കണ്ടൻസ്, വീഡിയോസ്, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക, കേൾക്കുക. അങ്ങനെ ഇംഗ്ലീഷുമായിട്ടുള്ള ഒരു ബന്ധം കൂട്ടുക. എപ്പോഴും നമ്മൾ മലയാളമല്ലേ സംസാരിക്കുന്നത്. സോ കൂടുതൽ ഇംഗ്ലീഷ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ട്, നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പഠിക്കാനും പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ 2-3 ചാനലുകൾ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. പിന്നെ ഒരു മെത്തേഡ് ഉണ്ട്, കോംപ്രഹെൻസിബിൾ ഇംഗ്ലീഷ് ഈ ഇൻപുട്ട് മെത്തേഡ്. അങ്ങനെ ഒരു ചാനൽ ഞാൻ കണ്ടിരുന്നു കേട്ടോ. എനിക്ക് ആ ചാനൽ ഭയങ്കര ഇഷ്ടമായി. ഒരു ഇംഗ്ലീഷുകാരിയാണ്, എൻ്റെ ആരും അല്ലാത്തവർ, ഞാൻ വോട്ടൊന്നും ചെയ്യാനല്ല, എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കേൾക്കാനും നല്ല രസം, അവരുടെ അവതരണം നല്ല രസമാണ്. എന്താ പറയുക, അത് ബിഗിനേഴ്സിന് പോലും മനസ്സിലാവും. നിങ്ങൾ ചുമ്മാ ഒന്ന്, ഞാനത് പേര് മറന്നുപോയി, ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അവർ പറയുന്നത് ഇംഗ്ലീഷിലാണ്, പക്ഷെ ആർക്കും മനസ്സിലാവും, നമുക്കത് കേട്ടിരിക്കാൻ തോന്നും. എങ്ങനെയാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടെന്ന് വെച്ചോ, ഇപ്പം ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെയുള്ള രീതിയിൽ അപ്പം നമുക്ക് മനസ്സിലാവും എന്തെന്നാണ് പറയുന്നത് എന്നുള്ളത്. ആ ഒരു ചാനൽ ഒന്ന് നോക്കിയേക്കിട്ടോ നിങ്ങൾ, അത് നല്ലൊരു ചാനലാണ്.
പിന്നെ ഒരുപാടുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കേൾക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലുള്ള ഇംഗ്ലീഷ് കണ്ടന്റ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. ഓക്കെ. ഇനിയാണ് നമ്മുടെ താരം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് ഒരാളായിട്ട് സംസാരിച്ച് കോൺവെർസേഷനിൽ ഏർപ്പെട്ട് ആക്കിയാൽ നമുക്ക് ആ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജും നമുക്ക് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണം, ഒരാളോടായിട്ട് സംസാരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കണ്ണാടിയുടെ മുമ്പിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അന്നത്തെ ദിവസത്തെ പറ്റി നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വിവരിക്കുക. എന്താ, ഐ വോക്ക് അപ്പ് ടുഡേ അറ്റ് 6 ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ brushed my teeth and I had my breakfast. I had idli and sambar for my breakfast എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ മൊത്തം ഇങ്ങനെ സംസാരിക്കാൻ നോക്കുക. ഓക്കെ, എല്ലാ ദിവസവും ചെയ്യണം. പിന്നെ ChatGPT യൂസ് ചെയ്യുന്നത്. ChatGPT എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് മാത്രമല്ല ഒരുപാട് യൂസ് ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം അതുകൊണ്ട് അത് പറയാം. ChatGPTയിൽ നമുക്ക് ഒരാളെ നമുക്ക് ChatGPTയിൽ സംസാരിക്കാൻ വേണ്ടി കിട്ടും. ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ പേഴ്സൺ അല്ല, AI ആണ്. അപ്പം നമുക്ക് എന്താ കോൺവെർസേഷനിൽ ഏർപ്പെടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് തുടങ്ങും. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കണം ChatGPTയിൽ. ഇപ്പം നിങ്ങൾ ഗിബ്ലി സ്റ്റൈല് ഇമേജ് ചെയ്യാനായിട്ട് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിന് നമ്മൾ അടിച്ചു കൊടുക്കണം, കൺവേർട്ട് ദിസ് ഇമേജ് ഇൻ ടു ഗിബ്ലി ആർട്ട്. ആ ഒരു ഇട്ട് കൊടുക്കുന്നതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുക. നമ്മൾ ഇപ്പോൾ ChatGPTയോട് പറയണം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അപ്പോൾ നമുക്ക് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടണം, ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ എന്നെ തിരുത്തണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കണം. അതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പ്രോംപ്റ്റ് തരാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ കമൻറ്റിൽ അത് പിൻ ചെയ്തേക്കാം ആ പ്രോംപ്റ്റ്. ഒന്നില്ലെങ്കിൽ നിങ്ങളത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് ChatGPT പോയി പേസ്റ്റ് ചെയ്താൽ മതി, എന്നിട്ട് തുടങ്ങാം. ഇനി ഞാനത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കാണിച്ചിരിക്കുന്ന പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് അല്ലെങ്കിൽ ഇത് വായിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചാറ്റ് പോലെ വരുള്ളൂ. നമുക്ക് റിയൽ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ അറ്റത്ത് കാണുന്ന ഒരു വരയില്ലേ, നമുക്ക് എന്താ പറയുക, കാണിച്ചു തരാം ഞാൻ. ആ സംഭവത്തിൽ അതിൽ ഞെക്കിയിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഹൗ യുവർ ഡേ ഗോയിങ് സോ ഫാർ. അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങാൻ പോവാണേ, ഇത് ഞെക്കിയിട്ട്. ഇറ്റ്സ് ഗുഡ്, വാട്ട് അബൌട്ട് യു? I'm doing great. Thanks for asking. By the way, your sentence, it's good, what about you, is perfectly fine for conversation. If you want to sound just a little more natural, you could also say, it's been good. Then, how about you? Especially if you're talking about your whole day up to now. So, what made your day good today? ഇപ്പോൾ നമ്മളത് പറഞ്ഞപ്പോൾ അവർ എന്തെങ്കിലും നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇറ്റ്സ് ഗുഡ്, അതിന് പകരം വേറെ എന്തൊക്കെ പറയാം എന്നുള്ളതും നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ തിരുത്തി തരും. കാരണം അങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് തെറ്റ് പറയുമ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ് എന്നുള്ളത് അവർ സംസാരിക്കും. ഇനി നിങ്ങൾക്ക് അവർ സംസാരിക്കുന്നത് മനസ്സിലാവില്ലെങ്കിൽ ഇതിനകത്ത് എഴുതിയും വരുന്നുണ്ടല്ലോ, അത് നോക്കിയാലും മതി. I want to practice English, so be a English speaking person and help me to practice. And if I am making any mistake, please correct me after I set my line. Of course. I'd be happy to help you practice English. Just go ahead and speak, and I'll let you know if there are any mistakes. Let's get started. ഇങ്ങനെ നമുക്ക് പറഞ്ഞും കൊടുക്കാം. ഇപ്പം ഞാൻ തന്ന പ്രോംപ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇടണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ പറഞ്ഞാൽ മതി, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, സോ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കൂ, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരൂ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് കൊടുക്കണം. അപ്പോൾ അവർ പിന്നെ എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകണം എന്നുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോൾ ഐ ഹാവ് ഇൻ്റർവ്യൂ ടുമോറോ ഇൻ സെയിൽസ് റോൾ, എന്തെങ്കിലും റോൾ, നിങ്ങളുടെ ഏത് റോളിനാണ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അത് പറയാം. സോ ബി എ ഇൻ്റർവ്യൂവർ ആൻഡ് ലെറ്റ്സ് ഡു എ മോക്ക് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ ഒരു മോക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ഒരു മോക്ക് ഇൻ്റർവ്യൂ പോലെ നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും, നമ്മൾ തിരിച്ചും ഇതുപോലെ മറുപടി പറയാൻ നോക്കാം. നമുക്ക് ചെറിയ ഒരു മോക്ക് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കാം. എനിക്കറിയില്ല, ഞാനും ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം, തപ്പിത്തടഞ്ഞൊക്കെ സംസാരിക്കണം. ഈ ഒരു അറ്റത്ത് ഇതുണ്ടല്ലോ, നമ്മളത് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു നോക്കാം. Hi, I am a fresher and I have an interview tomorrow in the role of sales. So can you be an interviewer and let's do a mock interview? Absolutely. I'd be glad to help with a mock interview. Let's get started. Can you tell me a little about yourself? Hi, my name is Aishwarya and I'm from Ernakulam. I have completed MCom
and I am now looking for a job. Great to meet you, Aishwarya. Why are you interested in a sales role? I like to meet people and I have good communication skills. I think I have good interpersonal skill also. Then I have a interest in this role. That's great. Your communication and interpersonal skills are definitely important in sales. Can you tell me about a time when you successfully persuaded someone or resolved a conflict? ഓക്കെ ഓക്കെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പോൾ അതൊക്കെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയി പോകും. സോ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നത്. ഇവരിപ്പോൾ ചോദിക്കുന്ന പോലെ ഒരു സെയിൽസ് ഇതിന് പോകണമെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. സോ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ഇനി അല്ലാതെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മളും തിരിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ ടു മേക്ക് ബിരിയാണി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. നമുക്ക് ഏത് ചിക്കനാണോ മട്ടനാണോ ഇഷ്ടം എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് ഐ ലൈക്ക് മട്ടൺ എന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ സംസാരിക്കുക ഈ ChatGPTയുടെ കൂടെ. ഞാൻ വേറൊരു ടോപ്പിക്കും കൂടി സംസാരിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യം നിങ്ങൾ പറയുക കേട്ടോ അതിനകത്ത്. ഇപ്പോൾ ഒരു ടോക്ക് അബൌട്ട് ഡെയിലി ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അപ്പോൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ക്യാൻ വി ടോക്ക് അബൌട്ട് ഡെയിലി ലൈഫ് റൂട്ടീൻ? Absolutely. Let's talk about your daily routine. What do you usually do in a day? I wake up at 10 and after I brush my teeth and I have my breakfast and I study for some time. What about you? That sounds like a good routine. I usually start my day by reading or learning something new. Then I might go for a walk or do some work. After that, I like to relax by reading a book or watching a show. What do you enjoy doing in your free time? In free time, I watch movies and I listen songs. What do you do in That free sounds time? fun. In my free time, I like to read books, listen to music, and sometimes go for a walk. It's a great way to relax. Do you have a favorite movie or song? Yeah, I like Titanic. Titanic is a classic. It's such a powerful movie. Do you enjoy watching movies with a lot of drama and emotion? Yes, but can you speak slowly so that I can understand more? Of course. I can speak more slowly. Do you have any other favorite movies or activities you enjoy? സോ ഇതുപോലെ നമ്മൾ ചോദിക്കുക, അവർ ആൻസർ തരും. അവർ നമ്മളോട് ഓരോന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവർ ഒരുപാട് ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻ യു സ്പീക്ക് സ്ലോലി എന്നുള്ളത് പറയുക. അപ്പോൾ സ്ലോയിലാക്കും ഞാനിപ്പോൾ കാണിച്ചതുപോലെ. സോ ഇതുപോലെ ഓരോ ടോപ്പിക്ക് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവർ സംസാരിക്കും. സോ അങ്ങനെ സംസാരിച്ച് ഒരു ഡെയിലി ഒരു 1 അവർ ഇതുപോലെ സംസാരിച്ച് ഇതാക്കാൻ നോക്കുക. വേറെ ഒരുപാട് ആപ്പുകളുണ്ട് AI തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളത്. ഞാനിപ്പോൾ ChatGPTയുടെ കാര്യമാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് പഠിക്കാം. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇത് ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കുറേ നാളിത് ചെയ്യണം. അങ്ങനെ ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് പോകും. ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് വരും. പിന്നെ വേണമെങ്കിൽ നമുക്ക് കോൺവെർസേഷനും അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂ വേർഡ്സ് ഒക്കെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെയിലി ഒരു 10 ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് ഇട്ട് തരും. അത് നമ്മൾ പറയുക. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംസാരിക്കുക, പറയുക കേട്ടോ. പിന്നെ ഞാനതിൽ മറന്നുപോയോ? അപ്പോൾ ഓക്കെ, നോക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. Enjoy the biryani and the time together. Hey, my mother is here. Can you talk to her? Of course, I'd be happy to chat with her. Would you like me to say something? Or should I just introduce myself? You should introduce yourself. My name is Jay. No. I'd be happy to introduce myself. What's your name, by the way? My name is Jayasri. Jayasri. Boy, അത് boy. അയ്യോ, എൻ്റെ പേരൊക്കെ പഠിക്കുന്നു. My name is Jayasri. Nice to meet you, Diastri. Hello to your mother as well. I'm ChatGPT, and I'm here to chat or help with anything you need. Can you continue the talking? Ask her some questions, basic questions. Sure. Hello there. How are you today? What are you up to?
chicken curry. I making chicken curry. That sounds delicious. What kind of spices do you usually add to your chicken curry? Any secret ingredients?